അപ്പോൾ പ്രസ് സ്റ്റോപ്പിൽ പത്രവിശേഷങ്ങളും വിശകലനങ്ങളും ഒക്കെയായി നമുക്കിപ്പം ചേരുന്നത് നമ്മുടെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. തുടങ്ങാം പത്രവിശേഷങ്ങൾ. തുടങ്ങാം. ഗുഡ് മോർണിംഗ് ഉണ്ട് സേതു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന വാർത്തകളും ദേശീയ വാർത്തകളൊക്കെ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ പത്രങ്ങൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്തത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഒരു വലിയ അന്തർദേശീയ വാർത്തയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അത് മനോരമ വളരെ മനോഹരമായിട്ട് ആ വാർത്ത ഒന്നാം പേജിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതായത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബലൂചിസ്ഥാനിൽ, അതായത് പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശമായ ബലൂചിസ്ഥാനിൽ വലിയ രീതിയിൽ, അതായത് ഒരുപക്ഷെ ഇന്ന് വരെ ലോകം കേൾക്കാത്ത സിനിമകളിലും കഥകളിലും ഒക്കെ കേട്ടിട്ടുള്ള രൂപത്തിലുള്ള ഒരു വലിയ ട്രെയിൻ റാഞ്ചൽ, നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള രൂപത്തിലുള്ള ട്രെയിൻ റാഞ്ചലാണ് ബലൂചിസ്ഥാനിൽ നടന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് ചാവേർ ആക്രമണം ഉണ്ടായത്. ട്രെയിൻ റാഞ്ചി 182 പേരെ ബന്ദികളാക്കി എന്നുള്ളത് മനോരമ അത് എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ദേശീയ പത്രങ്ങളൊക്കെ വലിയ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം അത് വലിയ അപൂർവമായി മാത്രം സംഭവിക്കാൻ പാടില്ലാത്ത അങ്ങനെ ഒരു വാർത്തയും വലിയൊരു സംഭവമാണത്. ഏതാണ്ട് 30 പാക് സൈനികരെ കൊന്നു ബലൂച്ച് ലിബറേഷൻ ആർമി. വ്യോമാക്രമണത്തിലൂടെ പാകിസ്ഥാൻ സൈന്യം തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ ശ്രമങ്ങൾ നടക്കുകയാണ്. മരണസംഖ്യയെക്കുറിച്ചൊക്കെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 80 പേരെ മോചിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ പത്രങ്ങളും, മലയാളത്തിലെ മാധ്യമവും ദേശാഭിമാനിയും ഒക്കെ ഒന്നാം പേജിൽ ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാർത്ത ആദ്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാതൃഭൂമി ആ വാർത്ത അവസാന പേജിലേക്ക് മാറ്റേണ്ടി വന്നു. മാതൃഭൂമിക്ക് മറ്റ് വാർത്തകൾ ഒന്നാം പേജിൽ ഉള്ളത് കൊണ്ടായിരുന്നിരിക്കണം മാതൃഭൂമി ആ വാർത്ത ഒന്നാം പേജിൽ നിന്നും അവസാന പേജിലേക്ക് മാറ്റി. മറ്റ് മലയാള പത്രങ്ങളും ദേശീയ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ ആ വാർത്ത ഒന്നാം പേജിൽ കൊടുക്കുമ്പോൾ മാതൃഭൂമി അതിനെ ഏറ്റവും അവസാനത്തെ പേജിലേക്ക് മാറ്റുകയും വലിയ വിശാല അടിസ്ഥാനത്തിൽ കൊടുക്കാൻ മാതൃഭൂമി കഴിഞ്ഞതുമില്ല. മനോരമ 7-ാം പേജിൽ ഈ ട്രെയിൻ ചാവേർ ആക്രമണത്തിൻ്റെ ഒരു ചരിത്രവും അത്തരത്തിൽ, അതായത് ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾ കടത്തിക്കൊണ്ടുപോയ സംഭവമൊക്കെ വളരെ വിശദമായി മനോരമ 7-ാം പേജിലും പറയുന്നുണ്ട്. എന്തായാലും അതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് പറയാനുള്ളത്. പത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതും ആ രൂപത്തിൽ തന്നെയാണ്. കാരണം ഒരുപക്ഷെ വലിയ അപൂർവം മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വാർത്ത എന്ന രൂപത്തിലാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചതിന് തുടർച്ചയെന്നോണം, അതായത് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ സമരത്തിൻ്റെ ഒരു അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇന്നലെ പാർലമെൻറ്റിൽ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി JP നദ്ദ നിലപാട് വ്യക്തമാക്കുന്നു. പക്ഷേ ആ നിലപാട് വ്യക്തമാക്കുമ്പോൾ ആ നിലപാടിനകത്തൊരു അവ്യക്തതയുണ്ട് എന്ന രൂപത്തിലാണ് പിന്നീട് വാർത്തകൾ വരുന്നത്. ആ വാർത്തകളിൽ മാതൃഭൂമി അക്കാര്യത്തിൽ ശരി ഏത് എന്ന രൂപത്തിൽ വലിയ ഹെഡിങ് കൊടുക്കുന്നു. കാരണം സംസ്ഥാന സർക്കാർ പറയുന്നതാണോ യൂണിയൻ സർക്കാർ പറയുന്നതാണോ ഇതിൽ ശരി ഏത് എന്ന രൂപത്തിൽ പത്രങ്ങൾക്ക് പോലും സംശയമുണ്ടാകുന്ന രൂപത്തിലാണ് പ്രസ്താവനകൾ വരുന്നത്. ആ പ്രസ്താവന ആശാ ഇൻസെൻറ്റീവ് കൂട്ടും എന്ന് മനോരമ JP നദ്ദയെ ഉദ്ധരിച്ചുകൊണ്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വർധന എത്ര എന്ന് പറഞ്ഞില്ല. കുടിശ്ശിക, ഇനി കേരളത്തിന് കുടിശ്ശിക നൽകാനില്ലെന്നും JP നദ്ദ പാർലമെൻറ്റിൽ പറഞ്ഞു വെക്കുന്നു. പക്ഷേ പറഞ്ഞു വെക്കുമ്പോൾ കേരളത്തിൻ്റെ മറുപടി കേന്ദ്രം നൽകാനുണ്ട് എന്നുള്ളതാണ്. കേന്ദ്രം ഇനിയും നൽകാനുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ മറുപടി. 2023-24 കേന്ദ്രം തുക അനുവദിച്ചിട്ടില്ല എന്നും മന്ത്രി വീണ ജോർജ് പറയുന്നു. അതാണ് മാതൃഭൂമിയുടെ ഹെഡിങ്, ശരി ഏത് എന്നുള്ളത്. ആ ചോദ്യത്തിൽ തന്നെ അല്ലെങ്കിൽ ആ തലവാചകത്തിൽ തന്നെ ഈ വാർത്തയുടെ അല്ലെങ്കിൽ ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞതിൻ്റെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി വിശദാംശങ്ങളിലേക്ക് പോയാൽ ദേശാഭിമാനി അതിനെ കള്ളം പൊളിച്ചടുക്കി സഭയിൽ രേഖ എന്നുള്ളതാണ്. അതായത് സഭയിൽ പറഞ്ഞത് കള്ളമാണ് എന്ന രൂപത്തിൽ, അതായത് കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് കള്ളമാണെന്ന രൂപത്തിലാണ് ദേശാഭിമാനി അതിനെ വ്യാഖ്യാനം ചെയ്യുന്നത്. കേന്ദ്ര വിഹിതം 0 എന്നും പറയുന്നുണ്ട്. മറ്റ് പത്രങ്ങളെല്ലാം, അതായത് കേരളകൗമുദിക്ക് അക്കാര്യത്തിൽ ആശങ്കയൊന്നുമില്ല. ആശമാരുടെ വേതനം കൂട്ടുമെന്ന് കേന്ദ്രം പറയുന്നതായിട്ട് കേരളകൗമുദിയും പറയുന്നുണ്ട്. അതായത് അപ്പോൾ ഈ വാർത്തയിൽ ഒരു ആശയക്കുഴപ്പം എല്ലാവർക്കും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പത്രങ്ങൾക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല. പാർലമെൻറ്റിൽ എന്ത് പറഞ്ഞു, സംസ്ഥാനത്ത് എന്ത് പറയുന്നു എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഒരുപക്ഷെ ചരിത്രമൊക്കെ അറിയാവുന്നവർ, ചരിത്രം പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചിട്ട് ഇന്ന് മഹാസന്ദർശനത്തിന് ഇന്ന് 100 വയസ്സ് എന്നുള്ളതാണത് വാർത്തയായി കേരളകൗമുദിയും വലിയ രൂപത്തിൽ എന്താ പറയുക, സെൻട്രൽ സ്പ്രെഡൊക്കെ 8-9 പേജുകൾ ഉപയോഗിച്ചുകൊണ്ട് മാതൃഭൂമിയും അതിനെ കൈകാര്യം ചെയ്യുന്നു. ഗുരുദേവ ഗാന്ധിജി സമാഗമത്തിന് ഇന്ന് 1 നൂറ്റാണ്ട് എന്നാണ് കേരളകൗമുദി വാർത്തയായി കൊടുക്കുന്നു. മനോരമ മാസ്റ്റ് ഹെഡിൽ അവരുടെ മലയാള മനോരമ എന്ന് രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് തന്നെ അത് വളരെ വിശദമായി കൊടുക്കുന്നുണ്ട്. ആ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് 100 വയസ്സ്. അത് കുറച്ചും കൂടി വിശദമായി പോയാൽ മാതൃഭൂമിയാണ് അക്കാര്യത്തിൽ വളരെ വിശദമായ വളരെ വിശദമായ കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. കുറിപ്പ് എന്നല്ല, അവരുടെ 8-9 പേജുകളിൽ ഗുരുദേവനെ കേട്ട മഹാത്മാവ്, അതായത്
മഹാത്മാഗാന്ധിക്ക് ഈ ജാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം, ഇന്ത്യ ഒരു വലിയ ഇത്രയും ജാതികൾ നിറഞ്ഞ 1000-ലധികം ജാതികൾ നിറഞ്ഞ 10,000-ലധികം ഉപജാതികൾ നിറഞ്ഞൊരു രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടുകളെ തിരുത്തി കുറിച്ചത് ഗുരുദേവനാണെന്ന അത് ഈ കൂടിക്കാഴ്ചയിലൂടെയാണെന്ന കാര്യം ഓർക്കുകയാണ്, അല്ലെങ്കിൽ അത് വളരെ വിശദമായി പറയുകയാണ്. അതിൽ സച്ചിദാനന്ദ സ്വാമിയുടെ, ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമിയുടെ വലിയ ലേഖനം, സുനിൽ പി ഇളയടവും ഷൗക്കത്തും ചേർന്നുള്ള ഒരു സംഭാഷണം, സന്ദർശന ശതാബ്ദി ദർശന ദീപ്തി എന്ന പേരിൽ മാതൃഭൂമിയുടെ 8-9 പേജുകൾ മുഴുവൻ, അതാണ് എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. ചരിത്ര സംഗമത്തിൻ്റെ നിറവെളിച്ചം എന്ന പേരിൽ എഡിറ്റോറിയൽ കൂടി രേഖപ്പെടുത്തുന്നു. അതിനെ ദേശാഭിമാനി കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു രൂപത്തിലാണ്. ദേശാഭിമാനി അതിനെ എഡിറ്റോറിയൽ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല, അതിനെ കൈകാര്യം ചെയ്യുന്നത്, അതിനെ കൊണ്ടുപോകുന്നത് വേറെ രൂപത്തിലാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ പറഞ്ഞിരുന്ന, ന്യൂസ് മലയാളം ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന തൃശ്ശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഒരു ഈഴവ സമുദായക്കാരനെ തന്ത്രിമാർ മാറ്റി നിർത്തിയ, അല്ലെങ്കിൽ അദ്ദേഹം ഈഴവ സമുദായക്കാരൻ പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിച്ചാൽ തന്ത്രിമാർ പൂജിക്കില്ല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ വിഷയത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ പേജ് എഴുതിയിട്ടുള്ളത്. ജാതി വിവേചനം നടപ്പില്ല നവോത്ഥാന കേരളത്തിലെന്നാണ്. ഈ യുഗസംവാദം എന്ന പേരിൽ, വർണ്ണസങ്കല്പത്തെ നിരസിച്ച ഗുരു എന്ന പേരിൽ ഒക്കെ സുനിൽ പി ഇടത്തിൻ്റെ ലേഖനം എഡിറ്റോറിയൽ പേജിൽ കൊടുക്കുന്ന ദേശാഭിമാനി ഈ കൂടിക്കാഴ്ച ഇത്രയും കാലം 100 വർഷം കഴിയുമ്പോഴും കേരളത്തിൽ ഈ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ട് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആ ജാതി വിവേചനം ഇനി ഈ നവോത്ഥാന കേരളത്തിൽ നടപ്പാക്കില്ല എന്ന രൂപത്തിലുള്ളൊരു എഡിറ്റോറിയൽ കൂടി എഴുതി വെക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാർത്ത, അതായത് കേരളത്തിൽ മഹാത്മാഗാന്ധി കേരളത്തിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു എന്നുള്ളത്, അതിൻ്റെ 100 വയസ്സ്, അത് 100ാം വാർഷികത്തിലേക്ക് കടക്കുന്നു, ഇന്നാണ് ആ ദിവസം എന്നുള്ളത് വലിയ രൂപത്തിലാണ് പത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനെ അങ്ങനെ തന്നെയും കാണേണ്ടതുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ CPM-ൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. സമ്മേളനത്തിൻ്റെ തുടർച്ച എന്ന രൂപത്തിൽ മാതൃഭൂമി, മനോരമയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വാർത്തകളുടെ തുടർച്ച എന്നോണം, അതായത് പത്മകുമാറിൻ്റെ അദ്ദേഹം നിലപാട് മാറ്റിയത്, പിന്നെ പുറത്തായവർക്ക്, അതായത് പ്രായപരിധിയിൽ പുറത്തായവർക്ക് മാർഗരേഖ കൊണ്ടുവരുന്നു എന്ന രൂപത്തിൽ കൂടി പറയുന്നുണ്ട്. മറ്റൊന്ന്, മലയാള പത്രങ്ങൾ പലരും കാണാതെ പോയൊരു വാർത്ത എന്ന് പറയേണ്ടി വരുന്നത്, അതൊരു കൗതുകമുള്ള വാർത്ത കൂടിയാണ്. മാതൃഭൂമി അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് ചെന്നൈയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ ഹെഡിങ്. അത് ഇങ്ങനെയാണ്: മെട്രോ പദ്ധതിക്ക് ക്ഷേത്രഭൂമി ഏറ്റെടുത്താൽ ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ എന്നാണ് ചെന്നൈ ഹൈക്കോടതിയുടെ ഒരു വിധി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അത് ഈ വികസനവുമായി ബന്ധപ്പെട്ടും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും ഒക്കെ കേരള ഹൈക്കോടതി ഇതിന് മുൻകാലങ്ങളിലെടുത്തൊരു നിലപാടിനോട് സാമ്യമുള്ളതാണ്. അത് മലയാള പത്രങ്ങൾ ആ വാർത്ത, മാതൃഭൂമി മാത്രമാണ് ആ വാർത്തയിലേക്ക് പോയത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. ഇനിയുള്ളത് ദേശീയ പത്രങ്ങളിലേക്ക് പോയാൽ യുക്രൈൻ, അത് ഒരുപക്ഷെ മലയാള പത്രങ്ങൾക്ക് ഇന്ന് ആ വാർത്ത നഷ്ടമായി എന്ന് തോന്നുന്നു. യുക്രൈൻ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അതിന് സമ്മതിക്കുന്നു എന്നുള്ള വാർത്ത ഹിന്ദു 1-ാം പേജിൽ കൊടുക്കുന്നു. അതൊരു പക്ഷേ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തെ വലിയ രൂപത്തിൽ സ്വാധീനിക്കുന്ന ഒരു വാർത്തയായിട്ട് വേണം അതിനെ കാണാൻ. പിന്നെന്നുള്ളത്, ഇന്ന് നമുക്ക് ഏറ്റവും മനോഹരമായി പത്രങ്ങൾ കൈകാര്യം ചെയ്ത് കായികമാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി വരാൻ പോകുന്നത് IPL ആണ്. ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ കഴിഞ്ഞു. IPL-ൻ്റെ ഇനി 10 ദിവസം മാത്രമാണ് IPL ടൂർണമെൻറ്റിനുള്ളത്. അതിനെ മാതൃഭൂമിയും മനോരമയും അക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ആ ഹെഡിങ്ങുകൾ കൂടി അത് വളരെ മനോഹരമായി കൊടുക്കുന്നതാണ് മാതൃഭൂമി. IPL എന്ന് മനോരമ പറയുന്നു. മാതൃഭൂമി അതിനെ ഇനി 10 ദിവസം കൂടി ഉള്ളതിനെ, ഓരോ ടീമുകളെയും, ആ ടീമുകൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അവരുടെ ആ ടീമുകളെ വിലയിരുത്തിക്കൊണ്ടും വിശകലനങ്ങളുമായിട്ടാണ് IPL അംഗം എന്നുള്ളതാണ്. ഒരു വലിയ ഹെഡിങ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ IPL അംഗം എന്നുള്ളതാണ് മാതൃഭൂമി കൂടി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ബലൂചിസ്ഥാനിലെ ചാവേർ ആക്രമണവും ട്രെയിൻ തട്ടിക്കൊണ്ടു പോകലും വലിയൊരു വാർത്താ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയുടെ അയൽ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്ന്. ഒപ്പം ആശമാരുടെ സമരത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തർക്കിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് പത്രങ്ങൾക്ക് പോലും അക്കാര്യത്തിൽ എന്താണ് അതിൽ നിലപാടെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട് എന്നുള്ളതാണ് മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ തലവാചകങ്ങൾ വ്യക്തമാക്കുന്നത്. പാർട്ടി പത്രം അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. CPM സമ്മേളനത്തിൻ്റെ തുടർച്ചയായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പത്രങ്ങൾ ഇന്നത്തെ വാർത്താ ദിനത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സേതു. ശരി ശ്രീജിത്ത്.